ഹലോ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERPയിൽ ഒരു ഇൻ്റർ ബ്രാഞ്ച് പേയ്മെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ആദ്യം തന്നെ നമ്മൾ ട്രാൻസാക്ഷൻസിൽ വരിക. ട്രാൻസാക്ഷൻസിൽ നമുക്ക് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പേയ്മെൻറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇൻ്റർ ബ്രാഞ്ച് പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ഇവിടെ ന്യൂവിൽ പോവുക. ഇനി ഇവിടെ ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഏതൊരു ബ്രാഞ്ചിലേക്കാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ആ ഒരു ബ്രാഞ്ച് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എത്ര എമൗണ്ട് ആണോ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അതിവിടെ കൊടുക്കാം. നറേഷൻസ് എന്തെങ്കിലും അതും കൊടുക്കാം. അപ്പോൾ നമ്മൾ വൺസ് ഇത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതൊരു ബ്രാഞ്ചിലേക്കാണോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ഇൻ്റർ ബ്രാഞ്ച് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ട്രാൻസാക്ഷൻ അവിടെ വരും. ആ ഒരു ബ്രാഞ്ച് ആക്സെപ്റ്റോ റിജക്റ്റോ ചെയ്യാത്തത് കൊണ്ട് നമുക്കിത് സ്റ്റാറ്റസ് കറൻ്റ്ലി പെൻഡിങ് ആണ് വരുന്നത്. ഇൻ കേസ് ഇപ്പോൾ അവരത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഇത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. സോ ഇത്രയാണ് ഇൻ്റർ ബ്രാഞ്ച് പേയ്മെൻറ്റിൻ്റെ കേസിൽ വരുമ്പോൾ പറയാനുള്ളത്.